നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന തമിഴ്നാട്ടിൽ നാടകീയ രംഗങ്ങൾ തുടരുകയാണ്. ഇപ്പോഴും ആരാണ് മന്ത്രിസഭ രൂപീകരിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ സൂചനയൊന്നും ലഭിക്കുന്നില്ല. TVKയുടെ വിജയും അതോടൊപ്പം തന്നെ AIADMKയുടെ എടപ്പാടി പളനിസ്വാമിയും സർക്കാർ രൂപീകരിക്കാനുള്ള വലിയ ശ്രമത്തിലാണ്. AIADMKയോടൊപ്പം DMKയും ചേരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുറത്തുനിന്ന് പിന്തുണ കൊടുത്തുകൊണ്ട് ഈ MLAമാരുടെ സഹായത്തോടുകൂടി TVKയെ പുറത്തു നിർത്തുക എന്ന തന്ത്രമാണ് ഇപ്പോൾ ADMK പയറ്റുന്നത്. എന്തായാലും TVKയ്ക്ക് ഇപ്പോൾ ഈ പിന്തുണ, ഭൂരിപക്ഷം MLAമാരുടെ പിന്തുണ ലഭിക്കാനുള്ള സാധ്യത ഏറി വരികയാണ്. നേരത്തെ തന്നെ വിജയുടെ പാർട്ടിക്ക് പിന്തുണ നൽകിക്കൊണ്ട് കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. 5 MLAമാരാണ് കോൺഗ്രസിനുള്ളത്. പിന്നീട് കഴിഞ്ഞ ദിവസം CPIയും CPMും വിജയ്ക്ക് പിന്തുണ നൽകാൻ തീരുമാനമെടുത്തിരുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും നിർണായകമായ ഒരു കക്ഷിയായി VCK മാറുകയാണ്. VCK ഇതുവരെയും വിജയ്ക്ക് പിന്തുണ നൽകാനുള്ള കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. VCKയുടെ പിന്തുണയും TVKയ്ക്ക് അനുകൂലമായാൽ അധികം താമസിയാതെ തന്നെ TVK സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ചേക്കും. കോൺഗ്രസ് തങ്ങളെ ചതിച്ചുവെന്നാണ് DMK ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യ മുന്നണി സഖ്യത്തിൽ നിന്നും പുറത്തു കടക്കാൻ DMK തീരുമാനമെടുത്തു കഴിഞ്ഞു. ലോക്സഭയിൽ തങ്ങളുടെ MPമാർക്ക് പ്രത്യേക ബ്ലോക്ക് അനുവദിക്കണമെന്ന് DMK ആവശ്യപ്പെട്ടു കഴിഞ്ഞു. കോൺഗ്രസിനോടൊപ്പം അല്ലെങ്കിൽ പിന്നെ BJPക്കൊപ്പം DMK ചേരുമോ എന്ന ചോദ്യവും ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്യുകയാണ്. 12ഓളം ലോക്സഭാ MPമാരുള്ള DMK NDA ക്യാമ്പിലേക്ക് പോകുമോ അല്ലെങ്കിൽ അങ്ങനെ പോകണമോ എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ പാർട്ടിയിൽ നടക്കുകയാണ്. DMK വരികയാണ് എങ്കിൽ സ്വീകരിക്കുന്നതിനെ കുറിച്ച് NDA ക്യാമ്പിലും ചർച്ച നടക്കുന്നു. എന്തായാലും തമിഴ്നാട്ടിലെ ഈ രാഷ്ട്രീയ പരിതസ്ഥിതികൾ ദേശീയ രാഷ്ട്രീയത്തിൽ പോലും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ സ്വന്തം MLAമാരെ വിശ്വാസമില്ലാത്തത് കാരണം കോൺഗ്രസ് MLAമാരെ ഹൈദരാബാദിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഹൈദരാബാദിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് MLAമാർക്ക് സുഖവാസം നൽകിയിരിക്കുന്നത്. മറ്റാരും തട്ടിക്കൊണ്ടുപോകാതിരിക്കാൻ AIADMKയും DMKയും പണച്ചാക്കുമായി കോൺഗ്രസ് MLAമാരുടെ പിന്നാലെയുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ പണച്ചാക്കുകൾക്ക് എറിഞ്ഞുകൊടുക്കാതെ വിജയ്ക്ക് തന്നെ ഭൂരിപക്ഷം തെളിയിക്കാനുള്ള അവസരം കൊടുക്കാനായി ഈ കോൺഗ്രസ് MLAമാരെ ഹൈദരാബാദ് റിസോർട്ടുകളിൽ പാർപ്പിച്ചിരിക്കുന്നുവെന്നാണ് സൂചന. ഏറ്റവും അധികം സീറ്റുകൾ ലഭിച്ച, ഏറ്റവും അധികം MLAമാർ വിജയിച്ച, ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ TVK പോലും MLAമാരെ ഭയപ്പെടുന്നുണ്ട്. 108 MLAമാരാണ് ഈ TVKയുടെ ടിക്കറ്റിൽ വിജയിച്ചു വന്നത്. ഇവരെ എല്ലാവരെയും പാർട്ടി ആസ്ഥാനത്ത് തന്നെ തളച്ചിട്ടിരിക്കുകയാണ്. ആരോടും പുറത്തു പോകരുതെന്നും ആരുമായും ആശയവിനിമയം നടത്തരുതെന്നുമാണ് ഇപ്പോൾ TVK MLAമാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായകമായ ചർച്ചകൾ തലസ്ഥാനത്ത് നടക്കുമ്പോൾ, നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുമ്പോൾ സ്വന്തം പാളയത്തിലെ MLAമാർ മറുപക്ഷത്തേക്ക് പണവും പദവിയും കണ്ടു പോകുമോ എന്ന ആശങ്കയിലാണ് കോൺഗ്രസും DMKയും AIADMKയും TVKയും. എന്തായാലും 118 പേരുടെ പിന്തുണ കത്തുമായി വരുന്നത് ആർക്കാണോ അവർക്ക് മന്ത്രിസഭയുടെ താക്കോൽ നൽകുമെന്ന് പ്രഖ്യാപിച്ച് ഗവർണറും ലോക് ഭവന്റെ വാതിൽ തുറന്നിട്ട് കാത്തിരിക്കുകയാണ്. പക്ഷേ തമിഴ്നാട്ടിൽ നിന്നും ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. TVK ഏറ്റവും ഒടുവിലായി ഈ റിപ്പോർട്ട് കിട്ടുമ്പോൾ TVK ഈ സർക്കാർ രൂപീകരണത്തിനായുള്ള നെട്ടോട്ടത്തിൽ മുന്നിലാണ് എന്ന് പറയാം. കാരണം AIADMKയ്ക്ക് ഒട്ടനവധി കടമ്പകളുണ്ട്. അതായത് AIADMKയും DMKയും പരമ്പരാഗതമായി തന്നെ ബദ്ധശത്രുക്കളാണ്. ആ ശത്രുക്കൾക്ക് ഒരുമിച്ച് വന്ന് ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് സർക്കാർ രൂപീകരിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഡിമാൻഡുകൾ പലതുണ്ടാകും. അത്തരം ഡിമാൻഡുകളെല്ലാം പരിശോധിച്ച് അംഗീകരിച്ച് മന്ത്രിസഭ രൂപീകരിക്കാനുള്ള എണ്ണം തികച്ചു വരുമ്പോഴേക്കും വിജയ് അധികാരത്തിലെത്തിയിരിക്കും എന്നവർ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ DMKയുടെ പുറത്തു നിന്നുള്ള പിന്തുണയുടെ ബലത്താൽ മറ്റ് ചെറിയ ഘടകകക്ഷികളെ കൂടി ഒന്നിച്ചു ചേർത്തുകൊണ്ട് വിജയിയെ പുറത്തു നിർത്താം എന്നാണ് AIADMK കരുതുന്നത്. അതിനുള്ള ശ്രമങ്ങൾ AIADMK നടത്തി വരികയാണ്. കാരണം തമിഴ്നാട് ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ദ്രാവിഡ പാർട്ടികളുടെ ഈറ്റില്ലമാണ് എന്നവർ വിശ്വസിക്കുന്നു. ദ്രാവിഡ പാർട്ടികളിൽ നിന്ന് മറ്റൊരാളിലേക്ക്
അധികാരം പോകാൻ അവർ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ അധികാരത്തിൽ നിന്നും നീക്കി നിർത്തുക എന്നുള്ളത് തന്നെയാണ്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സംസ്കാരത്തിനും ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പോടുകൂടി മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. ദേശീയ തലത്തിൽ പോലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നിരിക്കെ നരേന്ദ്രമോദിക്കെതിരെയുള്ള നീക്കങ്ങളിൽ രാഹുൽ ഗാന്ധിക്ക് DMKയുടെ MP-മാരുടെ പിന്തുണ വളരെ പ്രധാനമാണ് എന്നിരിക്കെ പോലും എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിലെ MLA-മാർ വിജയ്ക്കൊപ്പം പോകാൻ തീരുമാനിച്ചത്? അതിൽ വ്യക്തമായ സൂചനയുണ്ട്. DMK ആണ് എങ്കിലും AIADMK ആണ് എങ്കിലും മുന്നണിയിലെ ഘടകകക്ഷികൾക്ക് ഒരു പ്രാധാന്യവും നൽകുന്ന രാഷ്ട്രീയ പാർട്ടികളല്ല. ജയിക്കാൻ അവർക്ക് ഘടകകക്ഷികൾ വേണം. ജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത് ആരാണോ അവരിൽ നിന്ന് പരമാവധി ആനുകൂല്യങ്ങൾ വേണം. പക്ഷേ ഘടകകക്ഷികൾ കോൺഗ്രസ് ആയാലും BJPക്കായാലും അവർക്ക് ഒരു മന്ത്രിസ്ഥാനം പോലും നൽകാൻ AIADMKയോ DMKയോ ഒരുക്കമല്ല. അതായത് മന്ത്രിസ്ഥാനവും മറ്റെല്ലാ അധികാര കേന്ദ്രങ്ങളും തങ്ങളിലുണ്ടാകും. പക്ഷേ വോട്ട് കിട്ടാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ വോട്ട് തികയ്ക്കാൻ വേണ്ടി മാത്രം, സീറ്റ് തികയ്ക്കാൻ വേണ്ടി മാത്രം ഘടകകക്ഷികൾ എന്ന ഒരു സംസ്കാരമാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നത്. ആ സംസ്കാരമാണ് മാറ്റി എഴുതപ്പെടാൻ പോകുന്നത്. അങ്ങനെയൊരു സംസ്കാരം ഉള്ളതുകൊണ്ടാണ്, അങ്ങനെയൊരു ക്രൂരമായ അവഗണന ഉള്ളതുകൊണ്ടാണ് DMKയെ ഉപേക്ഷിച്ച് കോൺഗ്രസ് വിജയിക്കൊപ്പം പോയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അങ്ങനെ തന്നെയാണ് പോയത് എന്ന് വേണം കരുതാൻ. പൊതുവെ അധികാരത്തിൽ താല്പര്യമില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പറയുമ്പോഴും ഇപ്പോൾ അധികാരത്തിന് വേണ്ടിയിട്ടാണ്, മന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടാണ് വിജയ്ക്കൊപ്പം CPIയും CPIഎമ്മും പോയിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. കാരണം അവിടെ CPIയോ CPMോ കാര്യമായ പ്രവർത്തനമൊന്നും നടത്തുന്നില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർക്ക് സീറ്റ് കിട്ടും, മത്സരിക്കാനുള്ള പണവും DMK നൽകും. കോടിക്കണക്കിന് രൂപ CPIയും CPMും DMKയിൽ നിന്ന് കൈപ്പറ്റിയതായിട്ടുള്ള രേഖകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്കൽ സമർപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ DMKയുടെ ചെലവിൽ വയറ് നിറച്ച് കഴിയുക എന്നതാണ് CPIയുടെയും CPMന്റെയും നിയോഗം. ആ ഒരു നിയോഗം പോലും വേണ്ടെന്ന് വെച്ച്, ഇങ്ങനെ ഒരു സുഖവാസം പോലും വേണ്ടെന്ന് വെച്ച് മന്ത്രി കസേരയ്ക്ക് വേണ്ടി CPIയും CPMും ഇപ്പോൾ വിജയിയെ പിന്തുണയ്ക്കുകയാണ്. കാലാകാലങ്ങളായി DMKയ്ക്കൊപ്പം നിന്നിരുന്ന കോൺഗ്രസും ഇടതു പാർട്ടികളും ഇങ്ങനെ തങ്ങളെ വിട്ടുപോയതിൽ വലിയ ഞെട്ടലിലാണ് DMK. അത് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് കൊണ്ട് മടുത്തിട്ടാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മാത്രമല്ല VCK എന്തുകൊണ്ടാണ് ഇത്രയധികം തീരുമാനം വൈകിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യചിഹ്നം. അവർ വലിയ ഡിമാൻഡുകൾ ഒരുപക്ഷെ വിജയ്ക്ക് മുന്നിൽ വച്ചിട്ടുണ്ടാകും. CPIയും CPIഎമ്മും പരമാവധി വേഗത്തിൽ തന്നെ വഴങ്ങിക്കൊടുത്തപ്പോൾ VCK ഇതുവരെയും പിന്തുണക്കത്ത് ഒപ്പിട്ട് നൽകിയിട്ടില്ല. മുസ്ലിം ലീഗ് ഒപ്പിട്ട് നൽകിയ പിന്തുണക്കത്ത് തിരിച്ചു വാങ്ങിയെന്നാണ് കേൾക്കുന്നത്. എന്തായാലും തമിഴ്നാട്ടിൽ ചെറിയ പാർട്ടികൾ കിങ് മേക്കർമാരാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്നീ നിമിഷം വരെയും VCK പിന്തുണക്കത്ത് വിജയ്ക്ക് നൽകിയിട്ടില്ല എന്ന് വെച്ചാൽ അവരുടെ ഡിമാൻഡ് വളരെ വലുതാണ് എന്നർത്ഥം. ആ ഡിമാൻഡിനോട് വിജയുടെ പാർട്ടി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നർത്ഥം. എന്തായാലും സമയം കടന്നു പോവുകയാണ്. ഗവർണർ ലോക് ഭവനിൽ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായിരിക്കുന്നു. ഒരു കാരണവശാലും മതിയായ രേഖകളില്ല എങ്കിൽ, അതായത് ഈ നമ്പറിന് അടിസ്ഥാനമാക്കിയിട്ടുള്ള 118 അതിലധികമോ MLA-മാരുടെ പിന്തുണ രേഖാമൂലം തൻ്റെ മുന്നിൽ ഹാജരാക്കുന്നവർക്ക് മാത്രമേ മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അനുമതി നൽകൂ എന്ന കൃത്യമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് രാജേന്ദ്ര അർലേക്കർ. ഗവർണർ സ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹം ഭരണഘടനയുടെ അന്തസത്ത കാത്തുസൂക്ഷിക്കുന്നു എന്നാണ് ലോക് ഭവന്റെ അവകാശവാദം. അതായത് ഭരണഘടന പറയുന്ന കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം സാഹചര്യങ്ങളിൽ സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള രാജ്യത്തെ കോടതികൾ പുറപ്പെടുവിച്ചിട്ടുള്ള വിധികളും കണക്കിലെടുത്തുകൊണ്ടാണ് ഗവർണർ ഇങ്ങനെയൊരു തീരുമാനമെടുക്കുന്നത്. കാരണം ഇവിടെ ഏതെങ്കിലും ഒരാളെ അത്ര പെട്ടെന്ന് മന്ത്രിസഭാ രൂപീകരണത്തിന് ക്ഷണിക്കാൻ കഴിയില്ല. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ് വിജയുടെ TVK എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ മറ്റ് രണ്ട് പാർട്ടികളും ഒരു ഫോർമേഷൻ ഉണ്ടാക്കിയാൽ, അതായത് AIADMKയും DMKയും പെട്ടെന്നൊരു പോസ്റ്റ് ഇലക്ഷൻ മുന്നണി ഉണ്ടാക്കിയാൽ ഗവർണർ പെട്ടുപോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. തങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട് എന്നിരിക്കെ ഭൂരിപക്ഷമില്ലാത്ത വിജയിയെ എന്തിന് മന്ത്രിസഭാ രൂപീകരണത്തിന് വേണ്ടി ക്ഷണിച്ചു എന്ന ചോദ്യം വരാം. അത് പിന്നീട് കോടതി വ്യവഹാരങ്ങളിലേക്കൊക്കെ പോകാനുള്ള സങ്കീർണമായ സാധ്യതകൾ തമിഴ്നാട്ടിലുണ്ട്. ഈ സങ്കീർണതകൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഉചിതമായ തീരുമാനം ഇപ്പോൾ ഗവർണർ രാജേന്ദ്ര അർലേക്കർ എടുത്തിട്ടുള്ളത് എന്ന് വ്യക്തമായി തന്നെ പറയാം.
ആർക്കാണോ 118 MLA-മാരുടെ പിന്തുണ കത്തുള്ളത്, അല്ലെങ്കിൽ 118 അതിലധികമോ MLA-മാരുടെ പിന്തുണ രേഖാമൂലം ആരാണോ ഹാജരാക്കുന്നത് അവർക്ക് മന്ത്രിസഭ രൂപീകരിക്കാനുള്ള ക്ഷണം രാജ്ഭവനിൽ നിന്ന് ലഭിക്കും എന്നാണ് ഗവർണറുടെ നിലപാട്. അതുകൊണ്ട് തന്നെ അതിലേക്ക് വിജയ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഗവർണറുടെ ഈ തീരുമാനത്തിനെതിരെ പ്രതിഷേധിച്ചു നോക്കിയിരുന്നു. അതായത് തങ്ങളെ മന്ത്രിസഭാ രൂപീകരണത്തിന് വേണ്ടി ക്ഷണിച്ചില്ല എങ്കിൽ, അതായത് ഈ AADMKയും DMKയും ഒരുമിച്ച് മന്ത്രിസഭ ഉണ്ടാക്കുകയാണ് എങ്കിൽ തങ്ങളുടെ മുഴുവൻ MLA-മാരും രാജിവച്ചിരിക്കും എന്ന് വിജയ് ഭീഷണി മുഴക്കിയിരുന്നു. മാത്രമല്ല തങ്ങൾക്ക് 2 ആഴ്ചയ്ക്കുള്ളിൽ ഭൂരിപക്ഷം തെളിയിക്കാനാകും എന്ന് വിജയ് പറഞ്ഞു നോക്കി. പക്ഷേ അതിനൊന്നും ഗവർണർ വഴങ്ങിയില്ല. കാരണം ആരാണോ ആദ്യം നമ്പറുമായി വരുന്നത് അവർക്ക് അവസരം എന്ന കൃത്യമായ നിലപാട് ഗവർണർ സ്വീകരിച്ചിരിക്കുന്നു. അതിനെതിരെ കോടതിയിൽ പോകാനും മറ്റുമൊക്കെയുള്ള നിയമോപദേശം വിജയ് തേടി. പക്ഷേ ആ നിയമോപദേശത്തിലും ഗവർണറുടെ നിലപാട് ശരി എന്നാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം നമ്പർ ഒപ്പിക്കാനുള്ള വലിയ നെട്ടോട്ടത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. ഈ രാഷ്ട്രീയ പാർട്ടികളിൽ ഏറ്റവും എളുപ്പത്തിൽ നമ്പർ ഒപ്പിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടി വിജയ് തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇതിനോടകം തന്നെ കോൺഗ്രസും CPIയും CPIഎമ്മും ഏകപക്ഷീയമായി പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ VCK എന്ന ഒറ്റ പാർട്ടിയുടെ പിന്തുണ മാത്രം മതി മുഖ്യമന്ത്രി കസേരയിലേക്ക് നടന്നു കയറാൻ വിജയിക്ക്.